ലോകത്ത് ലഹരിയുടെ രാജാവെന്ന് പറഞ്ഞാൽ പലരും ആദ്യം ഓർക്കുന്നത് പാബ്ലോ എസ്കോബാറിനെയോ എൽ ചാപ്പയെയോ ആയിരിക്കും. എന്നാൽ അവരൊക്കെ ജനിക്കുന്നതിന് 100 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ലഹരിയുടെ സാമ്രാജ്യം ഭരിച്ചിരുന്നത് ഒരു രാജ്ഞിയായിരുന്നു, വിക്ടോറിയ രാജകുമാരി. സ്വാഗതം ഡീപ് ഡൈവിലേക്ക്. കറുപ്പ് അഥവാ ഓപ്പിയം ലോകം വേദനശമനമായി കണ്ട അതേ ലഹരി. വിക്ടോറിയ രാജ്ഞിക്ക് ഇതൊരു ആസ്വാദനമായിരുന്നു. പൈപ്പിൽ വലിക്കുന്നതല്ല, ലോഡനമെന്ന ദ്രാവക രൂപത്തിൽ മദ്യത്തിൽ കലർന്ന കറുപ്പ് അതായിരുന്നു രാജ്ഞിയുടെ പ്രഭാതപാനീയം. കൊക്കൈനും രാജ്ഞിയുടെ മറ്റൊരു പ്രിയപ്പെട്ട എനർജി ബൂസ്റ്ററായിരുന്നു. ചൂയിങ് ഗം, വൈൻ എന്നിവയിൽ കലർന്ന കൊക്കൈൻ വേദനയുടെയും അസ്വസ്ഥതയുടെയും റാണി പരിഹാരം. രാജ്ഞിക്ക് ഇത് ലഹരി മാത്രമായിരുന്നില്ല, ആത്മവിശ്വാസത്തിന്റെ അമൃതം കൂടെയായിരുന്നു. 1837 18 വയസ്സുകാരിയായ വിക്ടോറിയ ബ്രിട്ടൻ കിരീടധാരിയായി. അന്ന് ബ്രിട്ടൻ വലിയ പ്രതിസന്ധിയിലായിരുന്നു. കാരണം ചായ എങ്ങനെ പ്രതിസന്ധിക്ക് കാരണമാകുമെന്നല്ലേ. ചൈനയിൽ നിന്നായിരുന്നു ചായ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത്. ഇതോടെ ബ്രിട്ടീഷുകാർ അവരുടെ വരുമാനത്തിന്റെ 5% ചായക്കായി ചെലവഴിച്ചു. ചൈന സമ്പന്നമാവുകയും ബ്രിട്ടൻ കടത്തിലാവുകയും ചെയ്തു. ഇതിന് പ്രതികാരം വേണമെന്ന് വിക്ടോറിയ തീരുമാനിക്കുകയും ചെയ്തു. രാജ്ഞിയുടെ മുന്നിൽ അപ്പോൾ വന്ന ആശയമാണ് കറുപ്പ്. അന്ന് ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന ഇന്ത്യയിൽ വിപുലമായി കറുപ്പ് കൃഷി ചെയ്യാൻ തുടങ്ങി. പിന്നീട് കറുപ്പിനെ ചൈനയിലേക്ക് വേദനശമനമായി അയച്ചു. പക്ഷേ അത് വേദനയ്ക്കല്ല, മറിച്ച് ഒരു പുതിയ ലഹരി അടിമത്തത്തിന്റെ തുടക്കമായിരുന്നു. അതോടെ ചൈനീസ് ജനങ്ങൾ ലഹരിക്ക് അടിമയായി തുടങ്ങി. വേദനശമനത്തിന് അഥവാ കറുപ്പിന് വിലയുയർത്തി. വേഗത്തിൽ തന്നെ ചൈനയുടെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടന്റെ കയ്യിലായി. ഇതോടെ ചൈനീസ് പണ്ഡിതനും ഫിലോസഫറുമായ ലിൻസേ ഷു ലഹരിക്കെതിരായ പോരാട്ടത്തിനെതിരെ മുന്നോട്ട് വന്നു. വിക്ടോറിയ രാജ്ഞിക്ക് ഒരു കത്തയച്ചു. നിങ്ങളുടെ രാജ്യം ഞങ്ങളുടെ ജനങ്ങളെ എന്തിന് ലഹരിക്കടിമയാക്കുന്നു എന്നായിരുന്നു ആ കത്തിലുള്ള പ്രധാന ചോദ്യം. പിന്നീട് 1839 ലിൻസേ ഷു ബ്രിട്ടീഷ് കപ്പലുകൾ തടഞ്ഞു. 2.5 മില്യൺ പൗണ്ട് കറുപ്പ് കപ്പലിൽ നിന്നും പിടിച്ചെടുത്തു, കടലിൽ തള്ളി. ഇതറിഞ്ഞ വിക്ടോറിയയുടെ കോപം ഇരട്ടിയായി. ഇതോടെ ആദ്യത്തെ ഒപ്പിയം യുദ്ധത്തിന് തുടക്കം കുറിച്ചു. യുദ്ധത്തിൽ ആയിരങ്ങൾ മരിച്ചു വീണു. ചൈനീസ് സൈന്യം തകർന്നു. വിക്ടോറിയയുടെ ഈ ഒപ്പിയം യുദ്ധമാണ് ലോകത്തിലെ ആദ്യ ലഹരി യുദ്ധം. പിന്നീട് ചൈനയും ബ്രിട്ടനും ഒരു ഏകപക്ഷീയ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ബ്രിട്ടന്റെ കറുപ്പ് ചൈനയിലെ തുറമുഖങ്ങൾ നിറഞ്ഞു. ചൈനയുടെ ചരിത്രം തന്നെ മയക്കിയ ഒരു ലഹരി സാമ്രാജ്യം. പാബ്ലോ എസ്കബോറും എൽ ചാപ്പയ്ക്കും എല്ലാം മുമ്പ് ലഹരിയുടെ ലോകം കീഴടക്കിയ ഒരേ ഒരു രാജ്ഞി, ക്വീൻ വിക്ടോറിയ, ലോകത്തിന്റെ ആദ്യ ഡ്രഗ് ക്വീൻ.